അതെ, വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയുടെ അച്ഛനെ തലയ്ക്കടിച്ചു കൊന്നു. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി ബിജു ആണ് മരിച്ചത്. പ്രതി രാജീവ് റിമാൻഡിലാണ്. സ്റ്റെഫിൻ വിവരങ്ങൾ നൽകും. സ്റ്റെഫിൻ, ഇതെന്താണ് സംഭവിച്ചത്? പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് അച്ഛനോട് പക തീർക്കുക, ഇതാരാണ് സംഭവം ചെയ്തത്? പോലീസിന്റെ പിടിയിലുണ്ടോ ആൾ? ദിവിഷ്, കഴിഞ്ഞ 17-നായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പ്രതിയായിട്ടുള്ളത് മടത്തറ സ്വദേശിയായിട്ടുള്ള രാജീവാണ്. 30 വയസ്സുകാരനാണ്. ഈ 30 വയസ്സുകാരൻ രാജീവും അതോടൊപ്പം തന്നെ മരിച്ച ബിജുവിൻ്റെ മകളും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അതിനെ തുടർന്ന് ഈ വീട്ടിലെത്തി രാജീവ് മകളെ വിവാഹം കഴിച്ചു നൽകണം എന്നൊരു ആവശ്യം ഇദ്ദേഹത്തിനോട് പറഞ്ഞു. തുടർന്ന് അവർ തമ്മിൽ വലിയ തർക്കമായി. പ്രായപൂർത്തിയായിട്ടില്ല ഈ ബിജുവിൻ്റെ മകൾക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതായാലും വിവാഹം നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തെ അറിയിച്ചു. ഇതിൽ പ്രകോപിതനായ രാജീവ് അവിടെ ഉണ്ടായിരുന്ന കല്ലുപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ തലയ്ക്കടിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ഇത്രനാൾ 17-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇത്രയും നാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ കഴിഞ്ഞ ഏതാനും ദിവസമായി അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു. ഇന്ന് അല്പസമയം മുമ്പാണ് അദ്ദേഹം മരിച്ചത്. ഈ പ്രതിയെ 18-ാം തീയതി തന്നെ പോലീസ്, കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലാണ് ഉള്ളത്. അല്ല, ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. സ്വാഭാവികമായിട്ടും ഏത് വീട്ടിൽ നിന്നും അതിനോട് അനുകൂല സമീപനം ഉണ്ടാകില്ല. നേരത്തെയും എന്തെങ്കിലും തമ്മിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവുകയോ കരുതിക്കൂട്ടി ചെയ്തതാണ് എന്ന നിലയ്ക്ക് തന്നെയാണോ പോലീസിന്റെ നിഗമനം? ദിവിഷ്, ഈ പ്രതിയുടെ സഹോദരി ഈ ഞാവേലിക്കോണം, കിളിമാനൂർ ഞാവേലിക്കോണത്തിന് സമീപത്ത് ഈ മരിച്ച ബിജുവിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഒരു മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിയായിട്ടുള്ള രാജീവ് 17-ാം തീയതി ആ വീട്ടിൽ വന്നത്. അന്നാണ് ഈ പെൺകുട്ടി വിവാഹം കഴിച്ച് നൽകണമെന്നൊരു ആവശ്യവുമായി ഇദ്ദേഹത്തെ സമീപിച്ചത്, അച്ഛനെ സമീപിച്ചത്. തുടർന്ന് ആ ദിവസം തർക്കമായി. അതിന് മുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ ഇനി വരേണ്ടതുണ്ട്. ഏതായാലും വധശ്രമത്തിനായിരുന്നു പോലീസ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വന്നിരുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹം റിമാൻഡിലാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് അദ്ദേഹത്തിന് മരണം സംഭവിച്ചതോടുകൂടി ആ വകുപ്പ് മാറ്റി കൊലപാതക കുറ്റത്തിന് തന്നെ ഈ ഒരു പുതിയ കേസ് എടുത്തുകൊണ്ട് ഒരു പക്ഷേ അന്വേഷണത്തിലേക്ക് കടക്കാൻ തന്നെയായിരിക്കും പോലീസിൻ്റെ ഒരു തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. 18 വയസ്സ് തികഞ്ഞിട്ടില്ല, 17 വയസ്സ് മാറ്റേ ഉള്ളൂ. +2 അങ്ങോട്ടാണ് പഠിക്കുന്നത് പെൺകുട്ടി. ഇദ്ദേഹം മേശിരിപ്പണിക്ക് പോകുന്ന ആളാണ്. മടത്തറ സ്വദേശിയാണ് ഈ പ്രതിയായിട്ടുള്ള രാജീവ്. ഏറെ നാളായി ഇദ്ദേഹത്തിൻ്റെ സഹോദരിക്കൊപ്പമായിരുന്നു ഈ പ്രതിയായിട്ടുള്ള രാജീവ് താമസിച്ചു വന്നിരുന്നത്. അപ്പോഴാണ് ഈ പെൺകുട്ടിയുമായി അടുത്തതും പ്രണയത്തിലായതും. തുടർന്ന് ഈ ബന്ധം വീട്ടിലറിയുകയും ഈ പെൺകുട്ടിയുടെ അച്ഛന് കടുത്ത എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് 17-ാം തീയതി ഇദ്ദേഹം വീട്ടിലേക്ക് കടന്നു വന്ന് വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയും വലിയ തർക്കവും അതോടൊപ്പം തന്നെ കയ്യാങ്കളിയിലേക്കുമൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയത്. ആ സമയത്താണ് സമീപത്തുണ്ടായിരുന്ന പാറക്കല്ലുപയോഗിച്ച് ഇദ്ദേഹത്തിൻ്റെ തലയിൽ അതിക്രൂരമായി ഇടിക്കുന്നത്. അന്ന് തന്നെ ഇദ്ദേഹം വലിയ ക്രൂരമായി അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏറെ നാളായി ഇപ്പോൾ വെന്റിലേറ്റർ കഴിഞ്ഞു വന്നിരുന്ന സമയത്താണ് ദാരുണമായ ഈ മരണവും സംഭവിക്കുന്നത്. ശരി സ്റ്റെഫിൻ, എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയും സംഭവിക്കുന്നു. വിവാഹാഭ്യർത്ഥന എന്ന് പറയുമ്പോൾ 17 വയസ്സായിട്ടുള്ള അതല്ല, ഇനിയിപ്പോൾ എതിർപ്പുണ്ടാവുകയാണെങ്കിൽ പിതാവിനെയൊക്കെ മർദ്ദിക്കുന്നതാണോ അടുത്തൊരു നടപടി എന്ന് പറയുന്നത്? അതായത് ഒരു സ്വബോധവും ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം. എന്തായാലും അയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. പോലീസ് മറ്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് ഏറ്റവും അതോടെ എത്ര ജീവിതങ്ങൾ കൂടി ഇല്ലാതായി എന്ന് കൂടി